ഹലോ ഫ്രണ്ട്സ്, ടെക്നോ ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോക്കോ X4 Pro 5G ഫോണാണ്. പോക്കോ ഇറക്കിയ ഏറ്റവും പുതിയ ഫോണാണ് പോക്കോ X4 Pro. ഈ ഫോൺ X3 Proയുടെ പിൻഗാമിയായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പോക്കോയുടെ X സീരീസിൽ അമോൾഡ് ഡിസ്പ്ലേയോട് കൂടി ഇറങ്ങിയ ഫോണാണ് പോക്കോ X4 Pro 5G. 6.67 അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ്. ഫുൾ HD+ 2400x1080 ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. കൂടാതെ ഹൈ സ്പീഡ് 120 Hz റിഫ്രഷ് റേറ്റോടുകൂടി ഈ ഫോൺ വന്നിരിക്കുന്നത്. സ്മൂത്തായ ഫ്ലൂയിഡിക്കായ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ അൾട്രാ ഫാസ്റ്റായ സാമ്പിളിംഗ് ടച്ചിങ് റേറ്റ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. 360 ഹേർട്സിന്റെ സ്പീഡ് ടച്ചിങ് സാമ്പിളിംഗ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും സെൻസിറ്റീവായി പ്രിസിഷനോടെ ഏറ്റവും വേഗത്തിൽ ഗെയിം കളിക്കുവാൻ സഹായിക്കുന്ന ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഈ ഫോണിനുള്ളത്. 360 ഹേർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇതൊരു അൾട്രാ ഫാസ്റ്റ് 5G ഫോണായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഹൈ പെർഫോമൻസിന് വേണ്ടി സ്നാപ്ഡ്രാഗൺ 5G പ്രോസസ്സറാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 695 6nm പ്രോസസ്സറാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. കോർട്ടെക്സ് A78 പവർഫുൾ CPU കോറോടുകൂടി ഈ ഫോൺ ഇറക്കിയിരിക്കുന്നു. അതോടൊപ്പം 8GB റാമും 256 GB റോമും ഈ ഫോണിനുണ്ട്. മികച്ച ഒരു കോൺഫിഗറേഷനാണ് ഈ നിലയിൽ നോക്കിയാൽ ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ സ്വാഭാവികം ഫോൺ വലിയ ചൂട് ആകാൻ സാധ്യതയുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുവാൻ ലിക്വിഡ് കൂൾ ടെക്നോളജി 1.0+ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലാർജ് ലിക്വിഡ് കൂൾ കോപ്പർ പൈപ്പ് മൾട്ടിപ്പിൾ ലെയറോടുകൂടി ഗ്രാഫൈറ്റ് ഷീറ്റോടുകൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച കൂളിംഗ് ഫോണിന് തരുവാൻ ഈ ലിക്വിഡ് കൂൾ ടെക്നോളജി സഹായിക്കുന്നുണ്ട്. ഇനി ഇതോടൊപ്പം എടുത്തു പറയാവുന്ന ഒരു കാര്യം, 5000 mAh ബാറ്ററിയോടുകൂടെ 67 വാട്ടിന്റെ ടർബോ ചാർജിംഗ് കൊടുത്തിരിക്കുന്നു. 5000 mAh ബാറ്ററിയാണ്. അഥവാ അതിൽ ചാർജ് കുറയുകയാണെങ്കിലും 100% 41 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന 67 വാട്ട് ടർബോ ചാർജിംഗ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ചാർജിംഗ് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ 8 മിനിറ്റ് കൊണ്ട് 30% ചാർജ് ആകും, 22 മിനിറ്റ് കൊണ്ട് 70% ചാർജ് ആകും, 31 മിനിറ്റ് കൊണ്ട് 90% ചാർജ് ആകും. ഇനി ക്യാമറ സെക്ഷനിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ പ്രൊഫഷണൽ 108 MB ലാർജ് സെൻസറോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. സാധാരണ ഇങ്ങനെ ഈ വിലയിൽ വരുന്ന ഫോണിന് 108 MB ക്യാമറ കാണാറില്ല. പക്ഷെ പോക്കോ 108 MB മെയിൻ ക്യാമറ അൾട്രാ ഹൈ റെസൊല്യൂഷനോട് കൂടി കൊടുത്തിരിക്കുന്നു. അത് കൂടാതെ 16 MB ഫ്രണ്ട് ക്യാമറയാണ് സെൽഫിക്കായും വീഡിയോ എടുക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഡുവൽ സ്പീക്കർ ആണ് ഈ ഫോണിനുള്ളത്. 3 ഡൈമെൻഷൻ സൗണ്ട് കിട്ടത്തക്ക രീതിയിലുള്ള മികച്ച സ്പീക്കർ സിസ്റ്റമാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്ന മൾട്ടി ഫങ്ഷണൽ NFC റേഡിയോ, 3.5 mm ഇയർഫോൺ ജാക്ക്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ. 3 കളറിലാണ് ഈ ഫോൺ വരുന്നത്: ലേസർ ബ്ലൂ, ലേസർ ബ്ലാക്ക്, പോക്കോ യെല്ലോ. 2 വേരിയന്റ് ഓപ്ഷനാണ് സ്റ്റോറേജും റാമുമായിട്ട് ഇറക്കിയിരിക്കുന്നത്. 6GB + 128 GB-യുടെയും 8GB + 256 GB-യുടെയും സ്റ്റോറേജ് ഉള്ള 2 വേരിയന്റിൽ ഈ ഫോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ സൈസ്, ഡൈമെൻഷനും വെയിറ്റും നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് 164.19 mm ആണ്, വിഡ്ത്ത് 76.1 mm, തിക്നെസ് 8.12 mm, വെയിറ്റ് 205 gram ആണ് വരുന്നത്. കൂടാതെ കോർണറിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഈ ഫോണിനുണ്ട്. പ്രൊസസ്സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. CPU നോക്കിക്കഴിഞ്ഞാൽ Qualcomm Kryo 660
Octa-core കൂടിയ 2.2 ഹെർട്സ് റേറ്റുള്ള പ്രോസസ്സറാണ് CPU ആയി വരുന്നത്. GPU നോക്കിക്കഴിഞ്ഞാൽ Qualcomm Adreno 619 ആണ് വരുന്നത്. ഈ ഫോണിൻ്റെ സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രോക്സിമിറ്റി സെൻസർ, ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ, ആക്സിലറോമീറ്റർ, ഇലക്ട്രോണിക് കോമ്പക്സ്, IR ബ്ലാസ്റ്റർ, ഗൈറോസ്കോപ്പ് അടക്കമുള്ള സെൻസറുകൾ കൊടുത്തിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 11 വർക്ക് ചെയ്യുന്ന MIUI 30 ആണ് ഈ ഫോണിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ റിവ്യൂ ആയി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഡിവൈസ്, മൊബൈൽ എന്തു തന്നെ ആയിരുന്നാലും കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും അത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. Gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and